തമാശയാണ്. എല്ലാം ഇപ്പം മുഹമ്മദ് എന്നുള്ള പേരില്ലാത്തൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ആരാണ് ഈ പേരുകൊണ്ട് പേര് വെക്കപ്പെട്ട മുസമ്മ എന്നത്? ഗ്രാഹ്യശേഷിയുള്ള ആളുകൾ ഈ ഇസ്മ തപ്പിയാൽ ഞെട്ടിപ്പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നസീഹത്ത് നൂന് കൊണ്ടാണ് തുടങ്ങുന്നത്. നൂന് എന്നത് ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരു ആയത്തിന്റെ ആരംഭമാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. നൂന് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് നൂനാണ്. വഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. അവിടെ നൂറുകൊണ്ടുള്ള പ്രധാന വിവക്ഷയിൽ ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ തന്നെ മറ്റൊരു രൂപത്തിൽ അള്ളാഹിന്റെ ഹബീബിനെ അള്ളാഹു ഖുർആനിൽ തന്നെ വിളിച്ചു. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അത് നൂറെന്ന് വരുന്നത്. നസീഹത്ത് ഈ നൂറിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സ്വൈഹത്തായി പോകും. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ അപകടം നസീഹത്ത് സ്വൈഹത്തായി എന്നുള്ളത്. സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ അട്ടഹാസമാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മുടങ്ങുന്നത് അർത്ഥശൂന്യമായ അട്ടഹാസമാണ്. അതിനിടയിൽ സാരാംശത്തെ വഹിച്ച പ്രകാശം കൈമാറുന്ന നസീഹത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ ഈ രാവിലെ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇബ്രാസിൽ ഉസ്താദുമാരുടെ ക്ഷണപ്രകാരം ഇങ്ങോട്ട് ആരും ക്ഷണിക്കുന്നു വേണ്ട, ഇതെല്ലാവരും സാഹസമാണ്. പക്ഷെ ഇവരുടെ നേതൃത്വം ഉണ്ടാവും. കാരണം ഇവരാണ് ഇവരുടെ ഈ സ്ഥാപനത്തിലെ പ്രവർത്തകന്മാരും അതിന്റെ കാര്യദർശിയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് ആ കാര്യദർശിയോടുള്ള ഒരു ബഹുമാനം, ഒരു പെരുമാറ്റം, എല്ലാം ഉസ്താദുമാരോടുള്ള അറിവ് ഒക്കെ. ഇന്നലെ ബുറുദാനെ കുറിച്ചൊരു ഗ്രൂപ്പിൽ വലിയൊരു ചർച്ച വന്നിരുന്നു. ബുറുദ അപ്പോൾ ഗവേഷണ പടുക്കളായ കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാരായിട്ടുള്ളത് കൂട്ടത്തിൽ മുത്താലിമായ ഞാനുണ്ട്. അപ്പോൾ പൊരിഞ്ഞ ചർച്ചകളാണ്. അതിൽ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ചോദിച്ചു, ബുറുദായ ലോകത്ത് ഇത്രമേൽ വ്യാപിക്കാൻ കാരണം എന്താണ്? ബുറുദയെ പോലെ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതിനോട് കിടയറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്ന ചില ബെയ്ത്തുകളൊക്കെ ഉണ്ട് ലോകത്ത്. പക്ഷെ അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത ബുറുദ തമിഴ്നാട്ടിൽ പോയാലും കർണാടകയിൽ പോയാലും ദ്വീപുകളിൽ പോയാലും, ഞാൻ അറബനാട്ടിൽ പോയാലും ബഹുമാനപ്പെട്ട മോമുക്കാക്ക, ബഹുമാനപ്പെട്ട പൈതസ്ഥാനൊക്കെ അറിയാം, എല്ലായിടത്തും ബുറുദ ഉണ്ട്. എല്ലായിടത്തും ബുറുദയില്ലാത്തൊരു നാട് ഞാൻ എൻ്റെ ഈ ചെറിയ ആയുസിനിടയിൽ സഞ്ചരിച്ച ഒരൊറ്റ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എവിടെ പോയാലും ബുറുദ. എന്തായിരിക്കും ഇങ്ങനെ വ്യാപിക്കാൻ കാരണമെന്ന് ചില്ലറകാലമല്ല, തുളഞ്ഞ ബുദ്ധിയും അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ 180 പണ്ഡിതന്മാർ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്നലെ രാത്രി പൊടിഞ്ഞ ചർച്ചയാണ്. അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. രണ്ട് കാര്യം. ഒന്ന്, ബുറുദ ഉസ്താദിന്റെ ഗുരുത്വം കൊണ്ടുണ്ടാക്കിയത്. രണ്ടാമത്തത്, ബുറുദയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ടെങ്കിൽ പിന്നെ പാറി പറക്കും. ആ പട്ടം പൊട്ടിക്കാർക്കും കഴിയില്ല. കൊടുത്തം വിട്ട പറക്കലായി. ബുറുദ രയിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇമാം ഹുസൈന്റെ കഥ ഒന്നും ഞാൻ പറയില്ല. ഒരു സ്ഥലത്തെപ്പോ പിന്നെ അവിടെ നിന്നാണ് കിട്ടണില്ല. പിന്നെ കിട്ടണില്ല. പേന പിടിച്ച് പേപ്പറിന്റെ മുമ്പിൽ കണ്ണീര് വാർത്ത് ഇട്ട ജുബയിലൊക്കെ കണ്ണീര് കുതിർന്നിട്ട്, ജുബൊക്കെ കണ്ണീരിൽ നനഞ്ഞു കുതിർന്നിട്ട് പേപ്പറിൽ പേന വെച്ചിട്ട് പിന്നെ കിട്ടായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു ആഷിക്ക് പാതിരാവിനെ പകലാക്കി ഇരുന്നങ്ങനെ മയങ്ങിയപ്പോ നിദ്രയിലേതാ വരുന്നു പാൽപുഞ്ചിരി മുഹമ്മദ് മുസ്തഫ. ആ ജീവിതത്തിൽ ഏറ്റവും വലിയ പെരുന്നാൾ ഏതാണെന്ന് ഒരാളിനോട് ചോദിച്ചാൽ ഞാൻ പറയും, റസൂലുള്ളാഹിനെ കണ്ടു കിടക്കുന്ന രാത്രി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നോട് ഒരാളെ ചോദിക്കാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ എന്താ വെച്ചാൽ വേറെ ജില്ലയിലുള്ള പെരുന്നാൾ വേറെ ഉണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷ പ്രകടനത്തിന്റെ സാഹിത്യത്തിൽ പെരുന്നാൾ എന്ന് പറയും. അതാണ് കല്യാണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റല്ല. ഒരാൾ എന്നോട് ഏത് നാട്ടിൽ വെച്ചിട്ട് ഏത് ഭാഷ ചോദിച്ചാൽ എനിക്കറിയുന്ന ഭാഷയാണെങ്കിൽ ഞാൻ പറയും, എന്റെ ഹബീബിനെ കണ്ട് കിടക്കുന്ന രാവേദോ അതാണ് എന്റെ പെരുന്നാൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാമി പറയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇമാം ബുസീരിക്ക് ആ സൗഭാഗ്യം തുറക്കാണ്. ബുസീരിന്റെ കിനാവില് ആ പാൽപുഞ്ചിരി, ആ പ്രശോഭിതമായ തമിഴ് പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചത് ദുആ എന്നാണ്. മുത്തുനബിയുടെ പ്രഭാതം പോലെയുള്ള കവള് തന്നെയാണ് സത്യം. വല്ലൈലി അവിടുത്തെ മുടി തന്നെയാണ് സത്യമെന്ന് ഖുർആൻ. വൽഫജ്രി മുത്തുനബിയുടെ പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്റ അവിടുത്തെ അശ്റത്തുൽ മുബശ്ശറ
മുർസലീങ്ങൾ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ. ശംസ്, ഖമർ, ദുഹ, ബദർ, ഫജ്ർ, നൂർ, മുനീർ എന്തെല്ലാമാണ് അല്ലാഹു വിളിച്ചത്. അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇമാം ബുഖാരി ഇങ്ങനെ കാണാണ് രാത്രി ആ പാൽപുഞ്ചിരി, ആ നറുമണം, ആ സുഗന്ധം, ആ സൗരഭ്യം, ആ സുഖം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് ഈ ബുർഗുദ്ദായി ലോകവ്യാപകമാവാനുള്ള കാരണം ഈ ഒരൊറ്റ ചോദ്യമാണ് എന്ന് തൊണ്ട തൊടാതെ ദൃഢരൂഢമൂലമായി വിശ്വസിക്കുന്നവരിൽ പെട്ടവനാണ് ഞാൻ. യാ ഇമാം അശ്ശുഅറാ, ലോകത്ത് കവിതകളിൽ ഇമാമായ മനുഷ്യ. ഇനി ഇമാം തന്നെയാണ്, അവരെ ഇമാമാണ്, അവരെ കവിത ഇമാമാണ്. അള്ളാന്റെ റസൂലിന്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യത്തിന്റെ ലക്ഷണം. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ കൊടുക്കട്ടെ. ഇതൊക്കെ അതിനെ എനർജി ആക്കണം, അതിന് ഇന്ധനാക്കണം. നമ്മൾ ഈ ശാസ്ത്രമൊക്കെ പങ്കെടുത്ത് ഉസ്താമാരെ ക്ഷണം സ്വീകരിച്ച് വന്ന് മൗലിദ് പങ്കെടുത്ത് എണീറ്റ് പോകുമ്പോൾ പെട്രോൾ പമ്പിൽ വണ്ടി കയറ്റി തിരിച്ചു പോകുമ്പോൾ പെട്രോൾ കൂടണ്ടേ? സുന്നത്തിൽ ജീവിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ സമയം പോവാനേ ഞാൻ പറയില്ല, ഇതിനൊക്കെ തബറുക്ക് ഉണ്ടാവും, എന്നാലും പോരാ. സിറാത്ത് മുസ്തഖീം എന്നുള്ള സീതാ ട്രാക്ക്, ആ ഹൈവേ റോഡ്, അതിൽ ശരീരമാകുന്ന വണ്ടിയോ റൂഹാകുന്ന ആത്മാവ് കൊണ്ടുപോകാനുള്ള ഇന്ധനമാണ് ഹുബ്ബുൻ നബിയിൽ മുസ്തഫ. ഹുബ്ബുൻ നബിയിൽ മുസ്തഫ ഹുബ്ബുൻ നബി വമഖു ഖൈറുൽ അമൽ വഅസല്ലിനാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈനി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുർഹമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ ഇമാം ബുഖാരി റഹിമഹുല്ലാഹി പറഞ്ഞാൽ അവിടെയൊക്കെ ഓർക്കുന്ന ഒരാളാണ് മലബാറിന്റെ ബുഖാരി ഉമർ ഖാദി റഹിമഹുല്ലാഹ്. ഒരിക്കൽ പാലക്കാട് ജില്ലയിൽ ഉമർ ഖാദിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് പ്രഗത്ഭനായ ഒരു സൂഫി ഒരു ദിക്ർ ഹൽക്ക എന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുത്ത ആളുകളൊക്കെ സൂഫിയാക്കൾ, സൂഫി അല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഇത് രണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്താൻ വേണ്ടി എന്നെ വിളിച്ചു. എൻ്റെ ഉസ്താദ് അമ്മിക്കുട്ടി അസറ തന്നെയാണ്, അള്ളാഹുതആല ദീർഘായുസ്സ് കൊടുത്തു. ഞാനവിടെ ഉമർ ഖാദിയെയും ഉമറുൽ ഖാഹിരിയെയും ഇങ്ങനെ പറഞ്ഞു വർണ്ണിക്കുന്നതിനിടയിൽ അറിയാതെ പറഞ്ഞുപോയി, ഉമറുൽ ഖാഹിരിയേക്കാൾ ഒരു പടി ഉമറുൽ ഖാദിയുടെ പെയ്ത്ത് മുൻകടന്നു എന്നാണ് ഉസ്താദ്. ഉസ്താദ്മാർക്ക് അധികാരമുണ്ട്. ഉസ്താദിനോട് പറഞ്ഞു സംഗതി ശരിയാണ്, പക്ഷെ അങ്ങനെ പറയണ്ട, രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞാൽ മതി. അവിടെ അഥവാണ് ഞാൻ ഉടനെ മാറ്റി പിടിച്ചു. രണ്ടും ഒരുപോലെ ഉമറുൽ ഖാദിയുടെ കവിത പിന്നെ ഞാൻ അവിടെ ആലപിച്ചത്. ഓ زرغريب المصطفى وازد إقامة به زرتها من زاوية قلبك الزلزال زال മുത്തൊളി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാകിയോരെ പാക്ക് താഹ കൽബി മുദഅതൈതു വാദിയന്നെ ഖാഫമാ താബ അംവിദാദി തോഹ താലിയല്ലി താലി താൽ നഖ താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാരേ നാലയത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സദറുസ്താദിനോട് പറയാൻ നസീഹത്ത് ചെയ്യാൻ അതിൽ നൂന് മാത്രമേ ഞാൻ തൊട്ടിട്ടില്ല. ഇനി സ്വാതന്ത്ര്യം ഒന്നിലേക്കും പോകുന്നില്ല, കാരണം ഇത് അതിൻ്റെ ഒരു സമയമല്ല. പിന്നെ എനിക്കിതൊരു ഭ്രാന്താണ്, ഈ മൗലിദ് മധുവിൻ്റെ ജീവിതത്തിലൊരു ഭ്രാന്താണ്. ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കാനുള്ള വേദിയിലൊക്കെ പോയാൽ മൗലിദ് ഓതുന്ന സമയത്ത് ആ മഹലിലെത്തും. അപ്പോൾ സാധാരണ ഒരു പ്രഭാഷകൻ എത്തിയാൽ നേരെ ഉസ്താദിൻ്റെ റൂമൊക്കെ അല്ലെങ്കിൽ ലോഡ്ജിക്കൊക്കെയാണ് പോവുക. മൗലിദ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം സാസിലാണ് ഉണ്ടാവുന്നത്. ആ സാസിലായിരുന്നിട്ട് ഏടും ഞാൻ തന്നെയാണ് വിളിക്കുക, ആർക്കും വിട്ടു കൊടുക്കില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ദ്വാരക്കാനെ വിട്ടു കൊടുക്കുള്ളൂ, കാരണം ഇതെൻ്റെ ഒരു ഭ്രാന്താണ്, ഇതിൻ്റെ ഒരു ലഹരിയാണ്. മുഹമ്മദ് മുസ്തഫ അവസാന ശ്വാസ സമയത്ത് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ അതിൻ്റെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്തേക്കാളും പോകണം.
നമുക്ക് എന്ത് പരിചയമുള്ളത്? ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയവരാരും വന്നിട്ട് ഇങ്ങനെയാണ് ആ ലോകം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അബുദാബി പോകണമെങ്കിലോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി. എയർപോർട്ടിൻ്റെ അവസ്ഥ, ഫ്ലൈറ്റിൻ്റെ അവസ്ഥ, അവിടെ ഇറങ്ങിയുള്ള അവസ്ഥ ഒക്കെ അവർ പറഞ്ഞുതരും. പക്ഷെ ആഖിറത്തിനെ കുറിച്ച് നമ്മൾ ഈ ഹദീസിലും ഖുർആനിലും ഒക്കെ കാണില്ലാതെ നമ്മൾ പോയ ആളുകളൊന്നും പറയുന്നിട്ടില്ല. പക്ഷെ പോയ ഒരാളെന്ന് പറഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ ഈ റബീഉൽ അവ്വൽ പ്രധാനമായിട്ട് ഹബീബിന്റെ വ്യക്തിത്വം പറഞ്ഞപ്പോൾ ഇതേപോലെ ചിന്തകന്മാരുടെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളത് എനിക്ക് വലിയ രസമാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരും പറയാത്ത ഒരു സവിശേഷത, എന്നാൽ ചിന്തിക്കാൻ കോളുള്ള റബീഉൽ മൊത്തം ചിന്തിച്ചിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു റബീന്റെ സന്ദേശം പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം പറയാം, ഈ ലോകത്ത് ദുന്യാവിന് ആഖിറത്തേക്ക് പോകുക എന്നുള്ളത് മൗത്ത് എന്ന വാതിൽ കടന്നിട്ടാന്നുള്ള അള്ളാന്റെ കട്ടായ തീരുമാനം. ദുന്യാവിന് ഒരാൾ ആഖിറത്തേക്ക് എത്തണമെങ്കിൽ മൗത്ത് എന്ന ബാബ് കയറി പോകണം എന്നുള്ള അള്ളാന്റെ തീരുമാനം, അല്ലാതെ ഒരു കുറേശ്ശിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഒരാൾക്ക് അല്ലാഹു തആല നിയമം ബാധകാക്കില്ല. മുഹമ്മദ് മുസ്തഫ ഔദ്യോഗികമായി വഫാത്താണതിന് മുമ്പ് ആഖിറം മൊത്തം കണ്ട് സ്വർഗ്ഗം നരകം കണ്ട് തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞു തന്നു മുഹമ്മദ് മുസ്തഫ. അതൊന്നും ഒരു സംഭവമല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പരം പൊരുളുണ്ട്. ഈ ആൾക്കൊന്നും ബാധകല്ല. ഹറമിൽ എല്ലാവർക്കും പല നിയമമുണ്ട്, പക്ഷെ ഈ ആൾക്ക് ബാധകല്ല. ബിഹാദൽ ബലദ് വഅന്തഹില്ലും ബിഹാദ്. നിങ്ങൾക്ക് ഇവിടെ കലാലാണ് ഒരർത്ഥം. അങ്ങനെ നിങ്ങൾക്കൊന്നും റസൂലുള്ളാഹിക്ക് അല്ലാഹു ഒന്നും ബാധകാക്കണില്ല. അതുകൊണ്ടല്ല വാപ്പാനിമാനി ചെറുപ്പത്ത് കൊണ്ടായത്. അല്ലെങ്കിൽ വാപ്പിയും വേണമെങ്കിൽ ബഹുമാനിക്കേണ്ടതല്ല, എത്തിയും കുട്ടിയാക്കാൻ വേണ്ടി കൊണ്ടായതല്ല. പലരും പ്രസംഗിക്കുന്നതായിട്ട് അങ്ങനെ തോന്നാം. ഇതിനൊരു എത്തിങ്ങാനി ചേർക്കാൻ വേണ്ടിയിട്ടാണ് വാപ്പി ഇങ്ങനെ നേരത്തെ പോയത്. അല്ല, വാപ്പി ഉണ്ടെങ്കിൽ വാപ്പാനെ ബഹുമാനിക്കണം, ഉമ്മാനോടുള്ള കടം വെക്കണം. റസൂലുള്ളാഹിക്ക് ആരോട് അങ്ങനെ ബഹുമാനം വേണ്ട. അതുകൊണ്ട് നേരത്തെ പോകും. എന്തൊരു അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം, അത്ഭുതത്തിന്റെ മേൽ അത്ഭുതം മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും സമാധാനമാണ്, ആശ്വാസമാണ്. ഇത്തിരി ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുണ്ട്. പല ആളുകളും ജയിലിൽ കിടക്കുന്നവരാണ്. ജയിലിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിടയിൽ മൂത്രം പോവാതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വോയിസ് കേട്ടിട്ട് സമാധാനിച്ച് സന്തോഷിച്ച് തിരിച്ച് വോയിസ് കൊണ്ട ആളുകൾക്ക് എന്ത് പരിചയമുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മോചനം പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്തെ ഏറ്റവും വലിയ മരുന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിതത്തിൽ മുഴുവനും കുടുംബത്തിൽ മുഴുവനുമാണ് നമ്മുടെ ഗ്രഹാന്തരീക്ഷം മുഴുവനും ഈ ഹുഡിന്റെ വിളക്ക് കത്തിച്ചു വെക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. ഈ വിളക്ക് കുടുംബത്തിലുണ്ടെങ്കിൽ പിന്നെ എവിടേക്കും പോണ്ട. അതിനുള്ള പ്രകാശം ഉണ്ടാവും, അതിനുള്ള സലാമത്ത് ഉണ്ടാവും, അതിനുള്ള ആശ്വാസം ഉണ്ടാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് സമയത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയിരുന്നുള്ളത് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാന ദിക്റിലിനു മുമ്പ് പാടിയെന്നൊക്കെ ഇതിനോട് സമാനമുള്ള ഒരു ബൈത്തായിരുന്നു. ഇതിനോട് സമാനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഘോഷമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്കു റസൂൽ പറയലാണ്. അതുകൊണ്ട് ലോകത്ത് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും വലിയ വലിയ ശാസ്ത്രീയ ഇഷ്കു റസൂൽ വന്നാൽ എന്നെ വിളിക്കല് എൻ്റെ ഒരു തേട്ടം കൂടിയാണ്. മദീന എന്നുള്ള തേട്ടം. ഇഷ്കിന് ധാരാളം ആയുസ് കിട്ടണം, അവസരം കിട്ടണം. അപ്പം ഉമ്മാൻ്റെ അസുഖകാലത്താൽ എല്ലാ പരിപാടിയും നടത്തിയിട്ട് ഉമ്മാൻ്റെ കാലത്തിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. റബീഉൽ അവ്വൽ എടുത്തപ്പോൾ വല്ലാത്ത വേദന, ഇഷ്ക് നഷ്ടപ്പെടുന്നു. അൽഹംദുലില്ലാഹ് പേരിനെല്ലാം ഫലപ്രദമായ ചികിത്സ ഉണ്ട്. അതോടുകൂടി മദ്ഹും ദുആയും അതിൽ ഉമ്മാൻ്റെ കണ്ണുറന്നു, വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് 3 മാസത്തിനടുക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്ക് മമ്മൂക്കാക്ക് അയച്ചു കൊടുത്തിരുന്നു. ആദ്യമായിട്ട് എന്നോട് വാട്സപ്പിൽ സംസാരിച്ചു. അൽഹംദുലില്ലാഹ് എൻ്റെ റബീഉൽ അവ്വൽ ഒരു ഇഷ്കും നഷ്ടപ്പെട്ടില്ല. എല്ലാ ഇഷ്കിൻ്റെ പ്രഭാഷണം ഞാൻ ഏറ്റെടുത്തു. ഇന്നുണ്ട് രാത്രി അൽഹംദുലില്ലാഹ് തിരൂര്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രഭാഷണം ഏറ്റവും മാത്രമല്ല, ജീവിതത്തിന്റെ ലഹരിയാണ്, അനുഭവമാണ്, മധുരമാണ്, അത്ഭുതമാണ്, പ്രഭയാണ്, നിലാവാണ്, വെളിച്ചമാണ്, ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവിതത്തിന്റെ പ്രതീക്ഷയാണ്, ജീവിതത്തിന്റെ കാതും കൽബും കരളുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീണ്ടിങ്ങനെ സംസാരിക്കുന്നു.
എനിക്ക് വിദ്യാർത്ഥികളോട് തുടക്കം ഞാൻ നസീഹത്തോണ്ടാണ്, ഒടുക്കം നസീഹത്തോണ്ടാണ്. ഒറ്റ കാര്യം പറയാനുള്ളത്, ഈ ദിവസത്തോടു കൂടി ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ നോക്കിയാൽ ഈ ഉമ്മത്തപ്പെട്ട ആളാണെന്ന് തോന്നണം. നോക്കുന്നവർക്ക് മുടി കണ്ടാലും നടു കണ്ടാലും അവസാനം കണ്ടാലൊക്കെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളാന്ന് തോന്നണം. ചില സ്ഥലത്തൊക്കെ പോയാൽ ചില സമയത്തൊക്കെ ഈ ദർഗന്റെ ഉറൂസ് ഉണ്ടാവും. ചില ദർഗകളൊക്കെ കാട്ടിന്റെ ഉള്ളിലാണ്. ഈ കർണാടക ഭാഗത്തുകാരെ കാട്ടിന്റെ ഉള്ളിലാണ് ദർഗ. അവിടെയൊക്കെ വലിയ ഉറൂസിനെ ഞങ്ങളൊക്കെ വിളിക്കും പ്രവാസകന്മാർ. ഞാൻ ചില കാട്ടിനുള്ളിലൊക്കെ ദർഗയിൽ ഉറൂസിനെ പങ്കെടുക്കാൻ പോയാൽ സംഘാടകനെ മുഴുവൻ കണ്ടാൽ പഠിച്ചോനെ ഇത് കാട്ടിലെ കണ്ടാമൃഗങ്ങളാണോ തോന്നിപ്പോകും. ആ കൊലായി നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ കുറെ മുടിയാണെങ്കിലും വേഷവിധാനാണെങ്കിലും ഇനി സ്വഭാവമാണെങ്കിലും പെരുമാറ്റാണെങ്കിലും നാട്ടിലുള്ള ഒന്നും എല്ലാം തോന്നിപ്പോകും. ഇതൊക്കെ വെടുപ്പാക്കിയിട്ട് നമ്മുടെ അപ്പം കണ്ടില്ല, ഈ സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ കണ്ടില്ല. ഉസ്താമാരല്ലാത്തവരില്ല, എന്നാലും കണ്ടാലുണ്ടല്ലോ ഒരു ശൈലി പോലെ നടത്തില്ല. കണ്ടാലോ അത് മൊബൈൽ ഇങ്ങനെ അടിച്ചു വന്നാൽ അത് അറിയാതെ വന്നാണ്, അതിന് വിഷയമാക്കണ്ട. പക്ഷെ അതല്ല ഈ വേഷവിധാനം എങ്ങനെയാണ് കണ്ടാലും കണ്ട ഉമ്മത്തിൽപ്പെട്ട ബഷീർ മാഷ് അവിടെ നിന്ന് എടുത്ത് നോക്കി പള്ള കുറച്ച് വലുതായി എന്ന് വെച്ചാൽ അല്ല വേഷം എങ്ങനെയാണ് കണ്ടാലും ഒക്കെ ഉമ്മത്തിൽപ്പെട്ട അന്തസ്സുള്ള ആളുകളെ തന്നെ ഇങ്ങനെ ആവണം നമ്മൾ. അപ്പൊ ഈ ശാസ്ത്രമുണ്ട് അങ്ങനെ ഈ മുടിയൊക്കെ കൂടി നെറ്റിമക്കളിന് ചാടി അയിമ സുജൂദും ചെയ്ത് അപ്പൊ ബാക്കിലൊക്കെ കൂടി പലർക്കകളെ കൊണ്ട് തുറന്ന് സുജൂദ് ഏർപ്പായി, ബാക്കിൽ മമ്മുമായി സ്വീകരിക്കുന്നവരുടെ കണ്ണ് ഏർപ്പായി, എന്നിട്ട് സലാം പാസ്സാക്കിയാണ്. എന്താ ഇതൊക്കെ ഇരുമ തീരാണി തിരക്കണില്ല, ഒരു മരണം ഉണ്ടല്ലോ. ഇരുമ തീരാണിക്ക് പലതും വേണ്ട, നമുക്ക് സുഖമായിട്ട് കളിച്ച് രസിച്ച് മതിച്ചങ്ങനെ നടക്കാം. പക്ഷെ ഇരുമ തീരുള്ളല്ലോ, ഒരു മരണം ഉണ്ടല്ലോ, ആ കർമ്മ കിടക്കണ്ടേ. അതുകൊണ്ട് വിദ്യാർത്ഥികളോടൊക്കെ പറയണ്ട. ഞാൻ മദ്രസയിലുള്ള കാലത്ത് ഇത് എന്റെ പാഠം കഴിഞ്ഞാൽ നിരന്തരം പറഞ്ഞു. പറയലുണ്ട് അതിന് സമർത്ഥനാണ്, മുഖലിസാണ് അദ്ദേഹം, ലാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷെ എന്നോട് നസീഹത്തിനെ ഏൽപ്പിച്ചാൽ ഞാനും പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാണ്, ധരിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്.